ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യരുതാത്തൊരു കാര്യമാണ് അജിത് തറയിൽ ചെയ്തത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും വ്യക്തികളെ മാനിക്കാനുള്ള മര്യാദ രാഷ്ട്രീയ നേതാക്കൾ പുലർത്തണം. അത് അദ്ദേഹം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, എവിടെ നിന്നോ വന്ന ഒരാളെന്ന നിലക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് തെറ്റിച്ച് പറയുക, അവരുടെ മകനാണ് ഞാനെന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതൊരു സംഗതി, ഞാൻ മതം മാറി വന്നവനാണ്. മതം മാറിയില്ല എന്ന് ഞാൻ കേരളത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല നാളിതുവരെ. മതം മാറിയ ആളാണ്. അത് ഇന്ത്യയിലെ നിയമമാണ്. മതം മാറാം. പക്ഷെ മതം മാറിയത് ജോലി മേടിക്കാനാണെന്ന് പറയുന്ന വാദം ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്കോടെ ജയിച്ച ഒരാളാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രാഥമിക പരീക്ഷ ഒറ്റ എഴുത്തിന് ജയിച്ച എനിക്ക് കേരളത്തിലൊരു PSC ടെസ്റ്റ് എഴുതി ജയിക്കാനായിട്ട് ഒരു മതവും മാറേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വെറുതെ ഭാവനാപരമായി പറയുന്നൊരു കാര്യം. മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഞാൻ തോക്കുന്ന മണ്ഡലം തിരഞ്ഞെടുത്തത് പൈസ അടിച്ചു മാറ്റാനാണെന്ന്. തോക്കുന്ന മണ്ഡലം എന്നുള്ളത് അജയ് തറയിൽ പറയുന്നത് ശരിയാണ്. കോൺഗ്രസ്സുകാരവിടെ തോക്കും, ഉറപ്പ്. പക്ഷേ ഞാൻ ആ മണ്ഡലം തിരഞ്ഞെടുത്തത് എനിക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പിലാണ്. ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ കണക്ക് സഹിതം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചൊരു കാര്യമാണത്. ഞാൻ വൈക്കംകാരനാണ്. ഞാൻ വൈക്കം മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. വ്യക്തിപരമായും കുടുംബപരമായും ആയിരക്കണക്കിന് മനുഷ്യരായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. UDFൻ്റെ വോട്ട് കിട്ടിയാൽ, അത് പൊഴിയാതെ കിട്ടിയാൽ അവർ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് അത് തിരഞ്ഞെടുത്തത്. അതിന് പണം അടിച്ചു മാറ്റണം. അതിലൊരു കാര്യം കേരളം മനസ്സിലാക്കണം. ദളിത് സമുദായ മുന്നണി എൻ്റെ സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ 53 ലക്ഷം രൂപയാണ് സമാഹരിച്ചു വെച്ചത് സംഘടന. എനിക്കൊരു 50 ലക്ഷം രൂപ എടുക്കാൻ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആരോടും ചോദിക്കാതെ എടുക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ബന്ധുബലം കൊണ്ടും സുഹൃത്ത് ബലം കൊണ്ടും കോടിക്കണക്കിന് രൂപ എനിക്ക് വേണ്ടി ചിലവഴിക്കാൻ ലോകത്തെമ്പാടും സുഹൃത്തുക്കളും ബന്ധുക്കളും ഉള്ള ഒരാളാണ് ഞാൻ. അജയ് തറയിൽ അത് മനസ്സിലാക്കണം. ഞാൻ അർത്ഥപട്ടിണിയിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് കരുതി വർത്തമാനം പറയരുത്. ചോറാണ് എല്ലാവർക്കും ആവശ്യമെന്ന് പറയുന്ന ആ പരിപാടിയുണ്ടല്ലോ, ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് വലിയ വിപ്ലവം എന്ന് പറയുന്ന ആ പരിപാടിയുണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് നടക്കില്ല. എനിക്കിവിടെ അന്തസ്സായി ജീവിക്കണം എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കും. ഞാൻ മറുപടി പറയട്ടെ. അത് നിയമ നടപടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹം മറുപടി എനിക്ക് ബോധ്യപ്പെടുന്നൊരു മറുപടി തരണം. ഒഴിവാക്കാം. ഇത്രയേ ഉള്ളൂ. വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അത് എൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഡോക്ടർ BR അംബേദ്കർ പറയുന്ന പോലെ ഞങ്ങളുടെ യുദ്ധം ഭൂമിക്കും മണത്തിനും വേണ്ടിയല്ല, ഞങ്ങളുടെ യുദ്ധം അഭിമാനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അത് ചോദ്യം ചെയ്താൽ അജയ് തറയിലല്ല, അജയ് കൊട്ടാരത്തിലാണെങ്കിലും അവനെ വെറുതെ വിടത്തില്ല. തീരുമാനം അത്.